ഹലോ എവ്രി വൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ്. ഇന്ന് ഞാൻ മെക്ഡൊണാൾഡ്സിലെ മcarabia ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു പീറ്റ ബർഗറാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊരു 20 മിനിറ്റ് നേരം പുളിക്കാൻ വെക്കാം. ഇനിയൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കരിഞ്ജീരകവും പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്ത് ഇതിലേക്ക് നമ്മളിപ്പോൾ പുളിപ്പിച്ച് വെച്ച ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നല്ലപോലെ കുഴച്ചെടുക്കുക. ഞാനിവിടെ ഏകദേശം 1/2 കപ്പും കൂടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് നല്ലപോലെ സോഫ്റ്റായി കുഴച്ചെടുക്കാൻ. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ 1/2 കപ്പ് വെള്ളം ഓൾറെഡി ഈസ്റ്റ് പുളിക്കാൻ വേണ്ടി വെച്ചതും പിന്നെ 1/2 കപ്പ് എക്സ്ട്രാ ഇതിലേക്ക് നല്ലപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്തതും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഓയിലൊന്ന് തടവി അടച്ച് വെച്ച് ഏകദേശം ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഇത് ഡബിൾ സൈസായിട്ട് വരും. ഈ സമയം കൊണ്ട് നമുക്ക് ബർഗർ പാറ്റി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതേപോലെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ബ്രെഡിൻ്റെ പകുതി, ഒരു മുട്ടയുടെ പകുതി, പിന്നെ കുറച്ച് പാസ്ലി ലീവ്സ്, ഇതില്ലെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ മുട്ടയുടെ പകുതി ഈ റെസിപ്പിയിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ഒരു പ്രോസസ്സറിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റായി പോവേണ്ട കേട്ടോ, എന്നാൽ കടിക്കാനും പാടില്ല. എല്ലാം പാടെ കൂടെ നല്ലപോലെ മിക്സായി വരെയും വേണം. പിന്നെ നിങ്ങളടുത്ത് ഇതുപോലെ പ്രോസസ്സർ ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ചിക്കൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തൊന്ന് ഒതുക്കിയെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാറ്റി തയ്യാറാക്കിയെടുക്കാം. ആദ്യം കയ്യിലൊരല്പം വെള്ളമാക്കി ബോളെടുത്ത് നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്നത് പോലെ പരത്തിയെടുക്കാം. ഇതുപോലെ എല്ലാ ബർഗർ പാറ്റീസും തയ്യാറാക്കി ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയം വരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കാം. അതിനു വേണ്ടി 4 ടേബിൾ സ്പൂൺ മയോണൈസിലേക്ക് ഒരു ചെറിയ ഗാർലിക് നല്ല ഫൈനായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈര് വേണം, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ കുറച്ച് നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ഗാർലിക് ഇതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ വെറും മയോണൈസ് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വെറും മയോണൈസ് മാത്രം ഇടാം, തൈരിടാതെ. മാവൊക്കെ ഇപ്പോൾ നല്ലപോലെ പൊങ്ങി ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പഞ്ച് ചെയ്ത് ജസ്റ്റ് കുഴച്ചതിന് ശേഷം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 8 പീറ്റ ബ്രെഡ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതൊരു മിനിമം 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം
നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് ഒരല്പം പൊടി തൂക്കി നമുക്കിതൊന്ന് ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഒരല്പം കനത്തിൽ, കുബൂസിൻ്റെ ഒക്കെ കനത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ചപ്പാത്തി പോലെ നേർന്നു പോകരുത്. ഈ ഒരു ഷേപ്പ് ഫോം ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കൈ ഒന്നിങ്ങനെ വെച്ച് അളന്നെടുക്കാം. ഈ ഒരു സൈസാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു ഫോക്ക് കൊണ്ട് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്ത് വെക്കാം. ഇതുപോലെ എല്ലാം പരത്തിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിയും ദോശയൊക്കെ ചുടുന്ന കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതൊരു 1-1.5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു 30 സെക്കൻഡ്സ് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ല വൃത്തിയുള്ളൊരു തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കാം. ഇതുപോലെ എല്ലാ പീറ്റ ബ്രെഡ്സും തയ്യാറാക്കിയെടുക്കാം. ഈ ബ്രെഡ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, നല്ല ചൂടായ കല്ലിലേക്കിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സാവധാനത്തിൽ കുക്ക് ചെയ്തെടുക്കുക. രണ്ടാമത്തത്, ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ചട്ടുകം വെച്ചിട്ട് ഓവറായിട്ട് പ്രസ്സും ചെയ്യാതിരിക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബർഗർ പാറ്റി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് പാറ്റീസ് ഇട്ടിട്ട് നല്ലപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് സാവധാനത്തിൽ കുക്ക് ചെയ്തെടുക്കുക. 2 ഭാഗവും അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് നല്ലപോലെ മുരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിൽ കുറച്ച് ക്യാരറ്റ്സ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ടൊരു 10 സെക്കൻഡ്സ് വെച്ചതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഓൾറെഡി ക്യാരറ്റ് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ലെറ്റ്യൂസ് ലീവ്സ് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇനി ഇത് അസംബിൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പീറ്റ ബ്രെഡിലേക്ക് കുറച്ച് സോസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം. പിന്നെ അതിന് മുകളിലേക്ക് ലെറ്റ്യൂസ് ലീഫ് വെക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ബർഗർ പാറ്റി, ഒരു വലിയ തക്കാളി, ഉള്ളി, പിന്നെ കുറച്ച് ക്യാരറ്റും അതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്ത് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഫിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള പീറ്റ ബർഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിലേക്ക് കൂടി അറിയിക്കുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.